ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. തുടർച്ചയായ 8 ദിവസത്തെ നെഗറ്റീവ് ക്ലോസിംഗിന് ശേഷം വിപണിയുടെ ഒരു ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ആയിട്ടുള്ള നിഫ്റ്റിയിൽ ഒരു തിരിച്ചുവരവാണ് നമ്മൾ ഇന്ന് കണ്ടത്. അപ്പോൾ 225 പോയിന്റിന്റെ ഒരു നല്ലൊരു മൂവോടെ 24,836 ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. അപ്പോൾ 24,800 എന്നുള്ള ആ ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ടിന് മുകളിൽ നിഫ്റ്റി ക്ലോസ് ചെയ്തു എന്നുള്ളത് വളരെയധികം പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത് ബെഞ്ച് മാർക്കിൽ മാത്രമല്ല, ബ്രോഡർ മാർക്കറ്റിലും നല്ലൊരു മൂവ് ഇന്ന് മൊത്തത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ BSEയിൽ അഡ്വാൻസ് ചെയ്ത സ്റ്റോക്കുകൾ 65% കാണാം, 31% സ്റ്റോക്കുകൾ മാത്രമാണ് ഡിക്ലൈൻ ആയത്. NSEയിലേക്ക് വന്നു കഴിഞ്ഞാൽ 2,199 സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തപ്പോൾ 874 സ്റ്റോക്കുകൾ മാത്രമാണ് ഡിക്ലൈൻ ചെയ്തത്. ഇന്ന് ഫ്ലാറ്റ് ഓപ്പണിങ്ങിലൂടെ തുടങ്ങിയ നിഫ്റ്റി ഏകദേശം 10:30 വരെ അതേ റേഞ്ചിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ മോർണിംഗ് 10:30 എന്നുള്ള ടൈം പിന്നിട്ടപ്പോഴാണ് ശക്തമായൊരു ജമ്പ് ഈ നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മാർക്കറ്റിൽ ഒരു ട്രിഗർ പോയിന്റായി നിന്നത് RBIയുടെ പോളിസി അനൗൺസ്മെന്റ് ആണെന്ന് കാണാം. ഇപ്പോൾ സെപ്റ്റംബർ 29 ആരംഭിച്ച FY26 4ാമത്തെ ബൈ മന്ത്ലി RBI MPC മീറ്റിംഗ് ആണിത്. അതിൻ്റെ ഒരു ഫൈനൽ പ്രസ് മീറ്റിംഗിൽ ഗവർണറായ സഞ്ജയ് മൽഹോത്ര അദ്ദേഹത്തിൻ്റെ പോളിസി അനൗൺസ് ചെയ്തപ്പോൾ അത് മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് മൂവ് ഉണ്ടാക്കിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ RBI റേറ്റ് കട്ട് നടത്തിയിട്ടില്ല. റിപ്പോ റേറ്റ് അൺചേഞ്ച്ഡ് ആയിട്ട് 5.5% എന്ന ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണ് ഉണ്ടായത്. അതുപോലെ മോണിറ്ററി പോളിസി സ്റ്റാൻസ് അത് ന്യൂട്രൽ എന്ന ലെവലിലാണ് നിലനിർത്തിയിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 2 MPC മീറ്റിങ്ങുകളിൽ യാതൊരു റേറ്റ് കട്ടും നടത്താതെ ആ റേറ്റ് കട്ടിൽ ഒരു പോസാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. അതിനു മുമ്പ് നടന്ന 100 ബേസിസ് പോയിന്റിന്റെ റേറ്റ് കട്ട് നടത്തിയതിനു ശേഷമാണ് ഈ രീതിയിൽ തുടർച്ചയായിട്ട് പോസ് നമ്മൾ ഈ ഒരു റേറ്റ് കട്ടിൽ കാണുന്നത്. അപ്പോൾ ഈ ന്യൂട്രൽ സ്റ്റാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ബാലൻസ്ഡ് സ്റ്റാൻസ് ആണ്. അതായത് വരും മാസങ്ങളിൽ ഏത് ഡയറക്ഷനിലേക്കും പോവാം. ഒന്നുകിൽ റേറ്റ് കട്ട് ചെയ്യാം, റേറ്റ് കട്ട് ചെയ്യാതിരിക്കാം. അത് സാഹചര്യത്തിനനുസരിച്ചിട്ടായിരിക്കും തീരുമാനിക്കുക. അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ന്യൂട്രൽ സ്റ്റാൻസ് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമല്ല. കാരണം മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായി നിൽക്കേണ്ടത് അക്കോമഡേറ്റീവ് സ്റ്റാൻസ് ആയിരിക്കണം, അതല്ലെങ്കിൽ ഡോവിഷ് സ്റ്റാൻസ് ആയിരിക്കണം. അക്കോമഡേറ്റീവ് സ്റ്റാൻസ് എന്ന് പറയുമ്പോൾ ഒരു റേറ്റ് കട്ടുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ്. ഡോവിഷ് എന്ന് പറയുമ്പോൾ റേറ്റ് കട്ട് തീർച്ചയായിട്ടും ഉണ്ടാകും എന്ന രീതിയിൽ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള ഒരു സ്റ്റാൻസ് ആണ്. എന്നാൽ ഹോക്കിഷ് എന്ന് പറയുന്നതാണ് അപകടകരമായ ഒരു സ്റ്റാൻസ്. അതുപോലെ കാലിബ്രേറ്റഡ് ടൈറ്റനിങ് എന്ന് പറയുന്നതും റേറ്റ് കട്ട് ഇല്ലെങ്കിലും കൂടുതൽ ടൈറ്റനിങ് ആയിട്ടുള്ള ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു കട്ടിംഗ് ആണ് അവിടെ ഉണ്ടാവുക. ഇന്നത്തെ ഈ ന്യൂട്രൽ സ്റ്റാൻസ് ഉണ്ടായിട്ട് പോലും മാർക്കറ്റ് മുന്നേറാനുള്ള കാരണം അതിനുശേഷം അദ്ദേഹം നടത്തിയിട്ടുള്ള കമന്ററിയും ഗൈഡൻസും ആണ്. അപ്പോൾ MPC മീറ്റിംഗിലുള്ള 6 മെമ്പേഴ്സും ഏകപക്ഷീയമായിട്ടാണ് ഈ 5.5% എന്നുള്ള ഈ ഒരു റിപ്പോ റേറ്റ് നിലനിർത്താൻ തീരുമാനിച്ചത്. അതുപോലെ ന്യൂട്രൽ സ്റ്റാൻസ് നിലനിർത്താനും യുനാനിമസ് ആയിട്ടുള്ള ഒരു തീരുമാനമാണ്. പ്രസ് മീറ്റിംഗിൽ പറഞ്ഞിട്ടുള്ള ബാങ്കിങ് സിസ്റ്റത്തിൽ നിന്ന് അവിടെ നിന്നുള്ള ക്രെഡിറ്റ് ഫ്ലോ അത് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ചില നടപടികൾ, അതാണ് മാർക്കറ്റ് പോസിറ്റീവായിട്ട് കണ്ടത്. ഇപ്പോൾ ഈ കോർപ്പറേറ്റ് കമ്പനികൾക്ക് അവർ അക്വിസിഷൻ നടത്തുമ്പോൾ ബാങ്കുകൾക്ക് എങ്ങനെ ഫണ്ട് ചെയ്യാൻ പറ്റുമെന്നതിനെ കുറിച്ചുള്ള ഒരു ഫ്രെയിം വർക്ക് വരാൻ പോവുകയാണ്. അതുപോലെ ക്യാപിറ്റൽ മാർക്കറ്റിൽ ലെൻഡിങ് ലിമിറ്റ് അത് ഇൻക്രീസ് ചെയ്യാനുള്ള തീരുമാനമുണ്ട്. അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ ലെൻഡ് ചെയ്യുമ്പോൾ ഉള്ള റിസ്ക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ കുറേയൊക്കെ റെഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ അർബൻ കോർപ്പറേറ്റീവ് ബാങ്കുകൾക്ക് ലൈസൻസിങ് കൊടുക്കാനുള്ള തീരുമാനമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പൊതുവെ ബാങ്കിങ് കമ്പനികൾക്കും നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കമ്പനികൾക്കും ഒരുപോലെ ഗുണകരമാകുന്ന കുറേ തീരുമാനങ്ങളാണ് ഈ ഒരു മേഖലയിൽ വരുന്നത്. ഇതുകൂടാതെ RBI GDP ഗ്രോത്തിന്റെ ഒരു എസ്റ്റിമേറ്റ് ഉയർത്തിയതായിട്ട് കാണാം. അത് 6.5%-ൽ നിന്നും 6.8% ആയിട്ട് എസ്റ്റിമേറ്റ് ഉയർത്തിയിട്ടുണ്ട്. കൂടാതെ FY26 CPI ഇൻഫ്ലേഷൻ അതിൻ്റെ ഒരു ഫോർകാസ്റ്റും 3.1%-ൽ നിന്ന് 2.6% കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പോസിറ്റീവായിട്ടുള്ള ഗൈഡൻസും കമൻട്രിയുമാണ് മാർക്കറ്റിൽ ആശ്വാസകരമായിട്ടുള്ള ഒരു മുന്നേറ്റത്തിന് ഇപ്പോൾ സഹായിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കാര്യമായിട്ട് പ്രതിഫലിച്ചത് ബാങ്ക് നിഫ്റ്റിയിലും നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസസ് ഇൻഡെക്സിലുമാണെന്ന് കാണാം. അവിടെ രസകരമായ ഒരു കാര്യം, കഴിഞ്ഞ ദിവസം നല്ല റാലി നടന്ന PSU ബാങ്കുകളിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നിട്ട് ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ മൊത്തത്തിൽ ഇൻവെസ്റ്റേഴ്സിന്റെ ഫോക്കസ് പ്രൈവറ്റ് സെഗ്മെന്റിലുള്ള ബാങ്കുകളിലേക്ക് മാറിയതായിട്ട് കാണാം. ഇന്ന് നിഫ്റ്റി 50-ലെ മേജർ ഗെയിനർ എന്ന് പറയുന്നത് ടാറ്റ മോട്ടോഴ്സ് ആണ്. അതിലൊരു പ്രധാനപ്പെട്ട കാരണം ടാറ്റ മോട്ടോഴ്സിന്റെ ഡീമേർജർ അതിന്റെ റെക്കോർഡ് ഡേറ്റ് അവരിന്ന് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഒക്ടോബർ 14 റെക്കോർഡ് ഡേറ്റ് ആയിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. ഒരു ടാറ്റ മോട്ടോഴ്സ് ഷെയർ ഉള്ള ഒരു ഇൻവെസ്റ്റർക്ക് ടാറ്റ മോട്ടോഴ്സിന്റെ കമേഴ്ഷ്യൽ വെഹിക്കിളിന്റെ മറ്റൊരു ഷെയർ ഡീമേർജറിലൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഒക്ടോബർ 14 മുമ്പായിട്ട് ഡിമാറ്റ് അക്കൗണ്ടിൽ നമ്മൾക്ക് ഈ ഷെയർ ഉള്ളവർക്കാണ് ഇത് കിട്ടുക. ഇത് കൂടാതെ ഓട്ടോ ഇൻഡെക്സും ഏകദേശം 1% അപ്പായതായിട്ട് കാണാം. അപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കാർ മാനുഫാക്ചേഴ്സിൻ്റെ ഒക്കെ സെയിൽസ് നമ്പേഴ്സ് അവർ റിലീസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്.
ഇപ്പോൾ സെപ്റ്റംബർ മാസത്തിൽ നമ്മൾ കാണുന്നത് പൊതുവെ എല്ലാ മേജർ ബ്രാൻഡ് കാർ മേക്കേഴ്സിൻ്റെയും സെയിൽസിൽ നല്ല ഗ്രോത്താണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ സെപ്റ്റംബർ തുടക്കത്തിൽ സെയിൽസ് ഡൗൺ ആയെങ്കിലും പിന്നീട് സെപ്റ്റംബർ 22 ശേഷമാണ് ശക്തമായ ബുക്കിങ്ങും അതിനനുസരിച്ചുള്ള ശക്തമായ സെയിൽസും ഉണ്ടായിട്ടുള്ളത്. GST റേറ്റ് കട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഭൂമാണ് ഇവിടെ നമ്മളിപ്പോൾ കാണുന്നത്. ഇതുകൂടാതെ ഫാർമ ഇൻഡെക്സിലും നല്ലൊരു മൂവ് ഉണ്ടായിരുന്നു. 1% മുകളിൽ ശക്തമായ ഒരു ക്ലോസിംഗ് കൂടിയാണ് ഫാർമ ഇൻഡെക്സ് ഇന്ന് ക്ലോസ് ചെയ്തത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മൂവ് ഫാർമ സെഗ്മെന്റിൽ ഉണ്ടാവാനുള്ള കാരണമായിട്ട് കാണുന്നത് ഫൈസർ എന്ന് പറയുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനി, അവരുടെ പാരന്റ് കമ്പനി US-ലാണുള്ളത്. അവർ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ഒരു ഡീലിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ സെലക്റ്റഡ് ആയിട്ടുള്ള ചില ഡ്രഗ്സിന് 50% ഡിസ്കൗണ്ടിലൂടെ ഇവർ ഗവൺമെന്റിന് നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ട്രംപിൻ്റെ ഒരു ഡ്രഗ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ട്രംപ് RX എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലാണ് ഈ രീതിയിൽ ഇവർ ഡ്രഗ് സപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഡീലിലെത്തിയതോടുകൂടി 3 വർഷത്തേക്ക് ഈ ഫൈസർ എന്ന കമ്പനിയുടെ താരിഫ് അതിന് ഒരു ഗ്രേസ് പീരീഡ് കൊടുത്തിരിക്കുകയാണ്. 3 വർഷത്തേക്ക് യാതൊരുവിധ താരിഫും ഇവരുടെ മേൽ ചുമത്തുകയില്ല എന്ന ഒരു ഡീലാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡീലിനുള്ള സാധ്യതയാണ് അവിടെ തുറന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലുള്ള ബ്രാൻഡഡ് കമ്പനികൾ പലതും ഈ രീതിയിലുള്ള ഒരു സെറ്റിൽമെൻറ്റിലേക്ക് US അഡ്മിനിസ്ട്രേഷനുമായിട്ട് എത്തുമെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇത് US-ൽ മാനുഫാക്ചറിങ് ബേസുള്ള പ്രത്യേകിച്ച് സൺഫാർമ പോലെയുള്ള കമ്പനികളെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അവർക്ക് ഇത്തരത്തിലുള്ള എഗ്രിമെൻറ്റിൽ എത്താൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ആൻറ്റിസിപ്പേഷനാണ് പൊതുവെ ഫാർമ സ്റ്റോക്കിൽ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഇന്നുണ്ടാക്കിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു റാലിയാണ് അവിടെ കണ്ടത്. ഇനി US-ൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന പ്രതിസന്ധിയായിട്ടുള്ള അവരുടെ ഷട്ട് ഡൗൺ, അത് ഇന്നലെ US മാർക്കറ്റ് അതിനെ വലിയ തോതിൽ ഗൗരവത്തിൽ എടുത്തിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇന്നലെ US മേജർ ഇൻഡെക്സുകളൊക്കെ പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ ഗവൺമെൻറ് 2 അറ്റംപ്റ്റ് നടത്തിയിട്ടും ഒരു സെറ്റിൽമെൻറ്റിൽ എത്താനാവാതെ ഈ ഷട്ട് ഡൗണ് ഒരു യാഥാർത്ഥ്യമായിരിക്കുകയാണ്. കാരണം സെനറ്റിൽ 60 വോട്ട് ആവശ്യമുള്ള സ്ഥാനത്ത് ഇപ്പോൾ 55-45 എന്ന ഒരു വോട്ടിംഗ് പെർസെൻറ്റേജിലാണ് ഷട്ട് ഡൗൺ യാഥാർത്ഥ്യമായിരിക്കുന്നത്. അപ്പോൾ അവിടെ കോംപ്രമൈസിൻ്റെ യാതൊരു സാധ്യതയും കാണുന്നില്ല. ഇപ്പോൾ റിപ്പബ്ലിക്കൻസും ഡെമോക്രാറ്റ്സും തമ്മിലുള്ള ഈ ഒരു ക്ലാഷ് അത് എത്ര കാലം മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ യാതൊരു ക്ലാരിറ്റിയും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇന്ന് നമുക്ക് കാണാൻ കഴിയും US ഫ്യൂച്ചേഴ്സ് ഒക്കെ നെഗറ്റീവിലാണുള്ളത്. അപ്പോൾ ഇതിനു മുമ്പ് ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ 1951 മുതൽ ഏകദേശം 15 പ്രാവശ്യം ഈ രീതിയിലുള്ള ഷട്ട് ഡൗൺ US മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അത് 1-2 ദിവസങ്ങൾക്കുള്ളിൽ അത് പരിഹരിക്കാറുമുണ്ട്. അപ്പോൾ ഇത് എത്ര ദിവസം എടുക്കും എന്നുള്ളത് ഇപ്പോഴും അനിശ്ചിതത്വം നിറഞ്ഞ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഗ്ലോബൽ മാർക്കറ്റിൽ ഒരു പ്രതിസന്ധി സ്വാഭാവികമായിട്ടും ഉണ്ടാക്കും. എങ്കിലും അത് വളരെ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യുമെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കുന്നത്. ഇനി നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു പ്രത്യേക ബിസിനസ് ഗ്രൂപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ടാറ്റ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഇന്ത്യയിലെ മോസ്റ്റ് ട്രസ്റ്റഡ് ബ്രാൻഡിൻ്റെ സ്റ്റോക്കുകളുടെ ഒരു പെർഫോമൻസിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ വളരെയധികം നിരാശ നൽകുന്ന കാര്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക. ഇപ്പോൾ ടാറ്റ ഗ്രൂപ്പിൻ്റെ ഏകദേശം 29ഓളം പബ്ലിക് ലിസ്റ്റഡ് കമ്പനികളാണ് ഉള്ളത്. അപ്പോൾ ഈ 29ഓളം കമ്പനികൾ അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അവരുടെ ഓപ്പറേഷൻ ആയാലും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയാലും എല്ലാം ഇൻഡിപെൻഡൻ്റ് ആണ്. പക്ഷേ ടാറ്റ ഗ്രൂപ്പിൻ്റെ ഒരു ബ്രോഡർ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് മാത്രമാണ് ഇത്തരം കമ്പനികൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഇന്ത്യയിലെ ലിസ്റ്റഡ് കമ്പനികളിൽ മൊത്തത്തിൽ എടുക്കുമ്പോൾ വളരെ നിർണായകമായിട്ടുള്ള മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള ഒരു കമ്പനിയാണ് ടാറ്റ ഗ്രൂപ്പ്. അപ്പോൾ അതിൻ്റെ സ്ട്രോങ് പ്രസൻസ് ഇന്ത്യയിൽ മാത്രമല്ല ഗ്ലോബൽ ഇൻഡെക്സുകളിലും കാണാൻ കഴിയും. നമ്മുടെ NSE-യിൽ തന്നെ നിഫ്റ്റി ഇന്ത്യ കോർപ്പറേറ്റ് ഗ്രൂപ്പ് ഇൻഡെക്സ് ആ വിഭാഗത്തിൽ ടാറ്റ ഗ്രൂപ്പ് 25 ക്യാപ്പ് എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് ഉണ്ട്. അതിൽ 10 ടാറ്റ ഗ്രൂപ്പ് സ്റ്റോക്കുകളാണുള്ളത്. ടാറ്റ മോട്ടോഴ്സ്, ട്രെൻഡ്, ടാറ്റ കൺസ്യൂമർ, ടൈറ്റൻ, TCS, ടാറ്റ പവർ, ഇന്ത്യൻ ഹോട്ടൽസ്, വോൾട്ടാസ്, ടാറ്റ എലക്സി, ടാറ്റ സ്റ്റീൽ. ഈ 10 സ്റ്റോക്കുകൾ ഇന്ന് നല്ലൊരു മൂവ് നടത്തിയതായിട്ട് കാണാം. 7ഓളം സ്റ്റോക്കുകൾ ഇന്ന് ടാറ്റ ഗ്രൂപ്പിൻ്റെ ഈ ഒരു ഇൻഡെക്സിൽ നിന്ന് അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ഒരു വർഷത്തെ ഈ ടാറ്റ ഗ്രൂപ്പ് സ്റ്റോക്കുകളുടെ ഒരു പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ 29 സ്റ്റോക്കുകളിൽ 3-4 സ്റ്റോക്കുകൾ മാത്രമാണ് ഒരു പോസിറ്റീവ് റിട്ടേൺ ഇൻവെസ്റ്റേഴ്സിന് നൽകിയത്. അതിൽ ഇന്ത്യൻ ഹോട്ടൽസ് കമ്പനി, അതുപോലെ ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ, ടാറ്റ സ്റ്റീൽ, ഈ 3 കമ്പനികൾ ഒഴിച്ചിട്ടുള്ള ഭൂരിഭാഗം കമ്പനികളും നെഗറ്റീവ് റിട്ടേൺ ആണ് കഴിഞ്ഞ ഒരു വർഷം നൽകിയത്. എന്നാൽ ലോങ് ടേമിൽ 5 ഇയേഴ്സിൻ്റെ ഒരു പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഈ സ്റ്റോക്കുകളൊക്കെ പോസിറ്റീവ് റിട്ടേൺ നൽകിയ സ്റ്റോക്കുകളാണ്. പത്രത്തിൽ വലിയ ഫോളോ നടന്ന സ്റ്റോക്കുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രെൻഡ്, വോൾട്ടാസ്, TRF, തേജസ് നെറ്റ്വർക്ക്, ടാറ്റ ടെക്നോളജീസ്, TCS, ടാറ്റ മോട്ടോഴ്സ്, ടാറ്റ എലക്സി, ടാറ്റ കമ്മ്യൂണിക്കേഷൻസ്, ഓറിയന്റൽ ഹോട്ടൽസ്, ടാറ്റ ടെലി സർവീസസ്, ഈ സ്റ്റോക്കുകളിലൊക്കെ ഏകദേശം 20 മുതൽ 50% കൂടുതലുള്ള ഒരു തകർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് 2 പ്രധാനപ്പെട്ട ടാറ്റ സ്റ്റോക്കുകളിൽ മേജറായിട്ടുള്ള ചില ചേഞ്ചസ് വരാൻ പോവുകയാണ്. അതിലൊന്ന് ടാറ്റ ക്യാപിറ്റലിൻ്റെ IPO ആണ്. അപ്പോൾ ഇത് ഈ വർഷത്തെ ഒരു ബിഗ്ഗസ്റ്റ് IPO ആയിട്ട് വരാൻ പോവുകയാണ്.
ഇൻവെസ്റ്റേഴ്സ് വലിയ തോതിൽ കാത്തിരുന്ന ഒരു IPO ആണിത്. ഇപ്പോൾ 310, 326 എന്നുള്ള വളരെയധികം ഡിസ്കൗണ്ടഡ് ആയിട്ടുള്ള ഒരു പ്രൈസിലാണ് ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഡിമാൻഡ് ഈ ഒരു IPOക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ ഇഷ്യൂ സൈസിൻ്റെ കാര്യത്തിൽ 4th ലാർജസ്റ്റ് IPO ആയിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഈ ഒക്ടോബർ മാസം 6-ാം തീയതി മുതൽ 8-ാം തീയതി വരെയാണ് ഇതിൻ്റെ IPO ഓപ്പൺ ആവുക. ഇത് കൂടാതെ തന്നെ ഇപ്പോൾ ഒക്ടോബർ 14-ന് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഡീമേർജറും വരാൻ പോവുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള 2 പ്രധാനപ്പെട്ട ഇവൻ്റാണ് ടാറ്റ ഗ്രൂപ്പിൽ നടക്കുന്നത്. അപ്പോൾ ഇത് ആ കമ്പനികളിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഗെയിം ചേഞ്ചിങ് എഫക്റ്റ് കൊണ്ടുവരുമെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അണ്ടർ പെർഫോമിംഗ് ആയിട്ടുള്ള പല ടാറ്റ സ്റ്റോക്കുകളിലും ഒരു തിരിച്ചുവരവിനുള്ള സാധ്യതകളാണ് പൊതുവെ കണക്കൂട്ടപ്പെടുന്നത്. അപ്പോൾ ഏതായാലും ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഇവിടെ ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.